നോക്കാം. ഇപ്പോൾ സംസ്ഥാന പ്രതിനിധി ശ്രീ മോയിൻകുട്ടി മാഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മോയിൻകുട്ടി മാഷ്, ഈ നമുക്കറിയാം അറുത്തുമുറിച്ചുള്ള ഒരു നിലപാടിലേക്ക് സർക്കാർ ഈ സമയമാറ്റ വിഷയത്തിൽ കടന്നിരിക്കുകയാണ്. ഇനി ചർച്ചകൾക്കൊന്നും ഒരു സാധ്യതയുമില്ല. വേണമെങ്കിൽ മദ്രസ സമയം മാറ്റട്ടെ എന്ന നയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അതിനപ്പുറമുള്ള വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറാകുന്നില്ല. അപ്പോൾ ഇപ്പോഴുള്ള സമരത്തിന്, പ്രഖ്യാപിത സമരത്തിന് അപ്പുറമുള്ള മറ്റ് സമരമുറകളിലേക്കാണോ ഇനി സമസ്ത കടക്കാൻ ഉദ്ദേശിക്കുന്നത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഔദ്യോഗികമായിട്ട് ഈ വിഷയം സ്കൂളിന്റെ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൂൺ 10 ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. തൊട്ട് പിറ്റേന്ന് തന്നെ സമസ്തയുടെ പ്രസിഡന്റ് ഒരു പൊതുവേദിയിൽ വെച്ച്, മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പൊതുവേദിയിൽ വെച്ച് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയും മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായിട്ട് ഈ മദ്രസ പഠനത്തെ ബാധിക്കുന്ന രീതിയിൽ സ്കൂളിന്റെ സമയമാറ്റം ഉണ്ടാവരുത്, അത് പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിവേദനം കൊടുക്കുകയും ചെയ്തിരുന്നു. ആ നിവേദനത്തിന് കിട്ടിയ ഉടൻ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാറ് ഇത് സംബന്ധിച്ച് ആർക്കെങ്കിലും ആക്ഷേപമോ എതിർപ്പുകളോ ആർക്കെങ്കിലും ബാധിക്കുന്ന വിഷയം ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ചർച്ചയാവാം എന്നും പറഞ്ഞിരുന്നു. സമസ്ത എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും അനുകൂലമായ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ധരിച്ചിരുന്നു. പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടും അതിന് അനുകൂലമായ തീരുമാനം ഉണ്ടായില്ല. ആ സമയമാറ്റവുമായി മുമ്പോട്ട് പോയ പശ്ചാത്തലത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക ഘടകമായിട്ടുള്ള സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ, മദ്രസ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് അതിന്റെ മാനേജ്മെന്റ് അസോസിയേഷനാണ്. അതിന്റെ കീഴിൽ ഒരു സമര പരിപാടി ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ബോർഡിനും പറയാനുള്ള 12 ലക്ഷം വിദ്യാർത്ഥികളുടെ മദ്രസ പഠനത്തെ സാരമായി ബാധിക്കുന്ന സ്കൂൾ സമയമാറ്റം സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് തന്നെയാണ്. ഈ തുടക്കത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞതും വേണ്ട വിധത്തിൽ മാറ്റം വരുത്താമെന്ന് പറഞ്ഞിട്ടും പിന്നീട് അതിൽ നിന്നൊരു പിന്മാറ്റം ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നിരിക്കാം? താങ്കൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ സമസ്ത എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? എന്താണ് എന്ന് പറഞ്ഞുകൂടെ? സ്വാഭാവികമായിട്ടും മുൻകാലങ്ങളിൽ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ചർച്ചയിൽ കൃത്യമായി ബോധ്യപ്പെടുത്തലുകൾ ഉണ്ടായി. അന്ന് 2007 കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടി ഇങ്ങനെ ഒരു നിർദ്ദേശം വന്ന ഉടൻ തന്നെ സമസ്ത ഉൾപ്പെടെയുള്ള മദ്രസ സംവിധാനത്തിന്റെ എല്ലാ സംഘടനകളും ഇക്കാര്യത്തിൽ ഗവൺമെന്റിനും ആവശ്യപ്പെട്ടു. അങ്ങനെ പ്രക്ഷോഭ പരിപാടികൾ മുമ്പോട്ട് പോയ സന്ദർഭത്തിലാണ് അന്ന് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നത്. അത് പ്രകാരം അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബി അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അദ്ദേഹം ആ നീക്കത്തിൽ നിന്ന് പിൻവാങ്ങിയതായി ശേഷം ആ യോഗത്തിന്റെ അറിയിപ്പ് ഔദ്യോഗികമായിട്ട് എല്ലാ സംഘടനകൾക്കും, പ്രത്യേകിച്ച് അതിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ച വ്യക്തി എന്നുള്ളവർക്ക് ഔദ്യോഗികമായിട്ട് എന്നെ അറിയിക്കുകയും അതിന്റെ കോപ്പി എല്ലാ സംഘടനകൾക്കും ലഭ്യമായിട്ടുണ്ടായി. പിന്നീട് ഇങ്ങനെ ഈ മദ്രസ പഠനത്തെ ബാധിക്കുന്ന ഒരു സമയമാറ്റം എന്നത് അജണ്ടയിലുണ്ടായിരുന്നില്ല. ഇപ്പൊ വീണ്ടും അത് നീക്കമായി മുമ്പോട്ട് വന്നപ്പോഴാണ് ഇതിന് ശക്തമായി എതിർക്കേണ്ടി വന്നിട്ടുള്ളത്. എന്താണെന്ന് അറിയില്ല. ഈ 12 ലക്ഷം മക്കളുടെ ഈ മദ്രസ പഠനത്തെ സാരമായി ബാധിക്കുന്ന ഗവൺമെന്റ് അഡ്രസ് ചെയ്യേണ്ടതാണ്. ആ നിലയ്ക്ക് ഒരു ജനാധിപത്യ സർക്കാരിന്റെ ബാധ്യത ഒരു സമൂഹത്തെ സമൂഹത്തിന്റെ ആവശ്യം അംഗീകരിക്കാതെ മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സർക്കാരിന് അവർ ജനഹിതത്തെ മാനിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഭരണകൂടത്തിന് യോജിച്ചതല്ലോ. വേണമെങ്കിൽ മദ്രസ സ്കൂളിന്റെ സമയം മാറ്റട്ടെ എന്നാണ് സർക്കാർ ചോദിക്കുന്നത്, പറയുന്നത്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? നിലവിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്. എല്ലാ സമൂഹത്തിനും, നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, രക്ഷിതാക്കൾക്ക്, എല്ലാ വിഭാഗത്തിനും യോജിച്ച ഒരു സമയക്രമം അവിടെ ഉണ്ട്. 2009 രൂപം നൽകിയിട്ടുള്ള KER, 1959 രൂപം നൽകിയിട്ടുള്ള KER, അതിനുശേഷമുള്ള റൈറ്റ് എഡ്യൂക്കേഷൻ ആക്ട് വന്നപ്പോൾ അതിനനുസരിച്ച് ഓരോ സംസ്ഥാനത്തും അതിനനുസരിച്ച് സമയക്രമം വരുത്താമെന്നോ കൃത്യമായ ഒരു ധാരണയുണ്ട്. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ആർക്കും പ്രയാസം ഉണ്ടാവാത്ത രീതിയിലാണ് 10 to 4 എന്ന് പറയുന്ന ഈ സമയക്രമം നടത്തി വരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്ത വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഉണ്ടാകുന്ന വിഷയം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ അത് ആ കാര്യം ഉൾക്കൊള്ളാത്തത്? അതിനനുസരിച്ച് കുട്ടികളുടെ പഠന സമയം 1100 പഠന മണിക്കൂറുകൾ ഉറപ്പുവരുത്തണമെന്നുണ്ട്. 220 സാധ്യമായ ദിവസങ്ങൾ ഉറപ്പുവരുത്തണമെന്നുണ്ട്. അക്കാര്യത്തിലും ആർക്കും വിയോജിപ്പില്ല. അതിന് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന് അനുകൂലമായി ഈ കുട്ടികളുടെ പഠന സമയം ഉറപ്പുവരുത്താനുള്ള എല്ലാ സാഹചര്യവും പക്ഷെ ഒരു വാസ്തവമുണ്ടല്ലോ, അതായത് ഇതിപ്പോൾ കോടതിയുടെ പരിഗണനയിൽ വന്ന് കോടതി കൂടി പറഞ്ഞ ഒരു വിഷയമാണ്. അതായത് ഈ സമയമാറ്റം കോടതി അംഗീകരിച്ചതാണ്. ആ ഉത്തരവ് പ്രകാരമാണ് സർക്കാർ ഇത് നടപ്പാക്കുന്നത്. അപ്പോൾ സർക്കാരിന് ഒറ്റയ്ക്ക് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം കൂടിയില്ലേ? കോടതി രാവിലെ 9:45 തുടങ്ങി വൈകുന്നേരം 4:15 അവസാനിപ്പിക്കണമെന്ന് ആ രീതിയിലല്ലല്ലോ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത്. കോടതി പറഞ്ഞിട്ടുള്ള RTE പ്രകാരം കുട്ടികളുടെ
ഈ പഠന ദിവസങ്ങൾ ലഭ്യമാക്കണം, പഠന ഹവറുകൾ ലഭ്യമാക്കണം എന്നൊരു ഡയറക്ഷനാണ് കോടതി അപ്പോൾ പ്രാക്ടിക്കലി എങ്ങനെ ആ സമയമാറ്റം ക്രോഡീകരിക്കും സർക്കാർ? അത് എങ്ങനെ നടപ്പാക്കും? എങ്ങനെയാണ് സമസ്തയുടെ അപ്പോൾ ഒരു നിർദ്ദേശം ഈ വിഷയത്തിൽ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൃത്യമായി അതിനൊരു നിർദ്ദേശം വെക്കാൻ ഒരു ചർച്ചയ്ക്ക് വിളിക്കട്ടെ. ആർക്കും പ്രയാസമില്ലാത്ത രീതിയിൽ ക്രമപ്പെടുത്താനുള്ള എല്ലാ സാഹചര്യവും കേരളത്തിന്റെ സംസ്ഥാനത്ത് നിലവിൽ ഓൾറെഡി ഉണ്ട്. 220 വർക്കിന്റെ 365 ദിവസങ്ങളിൽ 260 കഴിച്ചാൽ 145 ദിവസം ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് അവധികൾ സ്വാഭാവികമായിട്ടും അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സാറ്റർഡേ നമുക്ക് പ്രവൃത്തി ദിവസമായിരുന്നു. അത് അധ്യാപക സംഘടനകളോ കോടതിയെ സമീപിച്ച് കോടതി എന്ത് ചെയ്തു, വർദ്ധിപ്പിച്ച സാറ്റർഡേ സമയം അത് പറ്റില്ല എന്ന ഉത്തരവിലൂടെ അത് മാറ്റിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പൊ ഈ സമയം കൂട്ടിയിട്ടുള്ളത്. പക്ഷേ ബാക്കിയുള്ള അവധി ദിവസങ്ങൾ ഉണ്ടല്ലോ എത്രയോ, ആർക്കും പ്രയാസമില്ലാത്ത രീതിയിൽ അത് കുട്ടികളുടെ സമയം അതിനനുസരിച്ച് ക്രമപ്പെടുത്തി ചെയ്യാവുന്നേ ഉള്ളൂ. ഈ 12 ലക്ഷം കുട്ടികളുടെ മദ്രസ പഠനത്തെ ബാധിക്കുന്നത് ചെറുതായി എങ്ങനെ കാണാൻ പറ്റിയ സർക്കാരിന്? അപ്പോൾ ഈ വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെങ്കിലും ഇനിയും ചർച്ചയ്ക്കുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ഒരു ജനാധിപത്യ ഭരണകൂടത്തിന്റെ, ഒരു ജനഹിതത്തെ മാനിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഭരണകൂടത്തിന്റെ ബാധ്യത. ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോ, ഒരു പ്രതിഷേധം ഉണ്ടായപ്പോ, ഒരാവശ്യം ഉന്നയിക്കപ്പെട്ടപ്പോ, അതും കേരളത്തിലെ ആധികാരികമായ ഒരു മതസംഘടനയുടെ ഒരു ആവശ്യം, അത് ഗൗനിക്കാതെ ഒരു സർക്കാരിന് മുമ്പോട്ട് പോകാൻ കഴിയോ? ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സമസ്തന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വെക്കും. അത് ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്. ചർച്ചയ്ക്ക് വിളിക്കാണ് ഒരു ജനാധിപത്യ സർക്കാരിന്റെ മര്യാദ എന്താണ്? ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യാന്നില്ല. ആരോടുമായി ചർച്ച ചെയ്യാതെ അധ്യാപക സംഘടനകളുമായി ചർച്ച ചെയ്തില്ല എന്ന് അധ്യാപക സംഘടനകൾ പറയുന്നു. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടവരോട് ചർച്ച ചെയ്തിട്ടില്ല എന്ന് അവർ പറയുന്നു. രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നു അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. ചർച്ച വിളിക്കട്ടെ. ചർച്ച വിളിക്കുമ്പോൾ അത് ഈ കുട്ടികൾക്ക് പഠന സമയം ക്രമപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശം സമസ്ത സമർപ്പിക്കും. ഓക്കെ, വളരെ നന്ദി ശ്രീ മോയിൻകുട്ടി മാഷി ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. എന്തായാലും സ്കൂൾ